ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂര്യകൃഷ്ണൻ. മലയാളം വ്ളോഗ്സ് ബൈ സൂര്യകൃഷ്ണൻ എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ നമ്മൾ കയ്യിൽ വെച്ചെടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. കാരണം ട്രൈപോഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നത്, ആ ട്രൈപോഡ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപോഡില്ല. ഞാൻ ഫോണിലും സെൽഫി സ്റ്റിക്കിലും മൊബൈൽ തൂക്കിയിട്ടും ബുക്കിൻ്റെ മേളിൽ വെച്ചും അങ്ങനെയൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാമറയും അവിടെ ഇരിക്കുകയാണ്, ജോലി സ്ഥലത്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ എല്ലാം മൊബൈലിലുള്ള കളിയാണ്. സോറി, ഐ കോണ്ടാക്റ്റ് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയാലോ എന്നാണ്. ഇപ്പോൾ എന്തായാലും ഉചിതമായൊരു പേര് കണ്ടുപിടിച്ച് ഞാൻ മിക്കവാറും പേര് മാറ്റുന്നതായിരിക്കും. മലയാളം വ്ളോഗ്സ് ബൈ സൂര്യകൃഷ്ണൻ എന്ന ചാനലിൻ്റെ പേര് ഉടനെ തന്നെ വേറെന്തെങ്കിലും ഒരു പേരായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നു. അതല്ല, ഈ പേര് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാം. ഞാൻ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അൺബോക്സ് ചെയ്യുന്ന സാധനം ഇതാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാവുന്നതാണ്. കാരണം ഞാനിതൊരു ഓഫർ ടൈമിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ആ സെയിം പ്രൈസിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് രണ്ടും കൂടിയിട്ട് എനിക്ക് ഏകദേശം 400 രൂപ അടിച്ചിപ്പിച്ചേ ആയിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കത്തിയോ സാധനങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം വരും കാലങ്ങളിൽ മേടിക്കാം. പിന്നിപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. എൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫാമിലി വ്ളോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യും, ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും ചേർന്നിട്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ട്രൈപോഡ്. ഞാൻ 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ഫ്ലെക്സിബിൾ ടൈപ്പും പിന്നെ ഒന്ന് ഫ്ലെക്സിബിൾ അല്ലാതെ നമുക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട്. ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രൈപോഡിൻ്റെ കാര്യമൊന്ന് നോക്കാം. ശിവനി കൊള്ളാമല്ലോ. ബോൾ ഹെഡാണ്, ബോൾ ടൈപ്പാണ്. ഉണ്ടല്ലേ, ഒരു ബോൾ വരുന്ന ടൈപ്പാണ്. ഫ്രീലി നമുക്കിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട്, ഇതൊരു മൊബൈൽ ഫോൺ ഹോൾഡറാണ് ഇതിൽ വരുന്നത്. ഇതിൽ DSLR ക്യാമറയോ അല്ലെങ്കിൽ അതുപോലെ ഹെവി ക്യാമറസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഫോൺ യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് മാത്രമുള്ളൊരു ട്രൈപോഡാണ്. ഇത് കണ്ടിടത്തോളം താൽക്കാലിക ആവശ്യത്തിന് ഒരു 200-250 റുപ്പീസ് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന് ആ ഒരു ക്വാളിറ്റിയെ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ നമ്മൾ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും, എന്തായാലും 300-400 റുപ്പീസിനൊക്കെ നമുക്ക് സാധാ വലിയ ട്രൈപോഡ്സ് വരുന്നുണ്ട്. ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിലും അലുമിനിയം ഫ്രെയിമിലൊക്കെ ചെയ്ത ട്രൈപോഡ്സ് വരുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഇതുപോലൊരു സാധനം എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ 50 റുപ്പീസിന് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലത്തെ സാധനം മാനുഫാക്ചറിങ് കോസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും നമുക്ക് അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ വ്ളോഗ്, അതായത് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വളരെ ഉപകാരമുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് കണ്ടില്ലേ, എല്ലായിടത്തോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം, ഇങ്ങനെ എല്ലാം വെക്കാൻ പറ്റും. നമുക്കടുത്ത് കയ്യിൽ പിടിച്ചും എടുക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു നല്ല സാധനമായിട്ടാണ്.
എന്തായാലും ഇത് സൈഡിലേക്ക് ഇരിക്കട്ടെ. നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്തത് ഇതാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ ഇരിക്കും സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഈ സാധനം. മാൻഫ്രോട്ടോയുടെ സെയിം മോഡലിൽ ഒരു ചെറിയ ട്രൈപോഡുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ പിക്ചറിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഈ സ്വിച്ച് കണ്ടില്ലേ, ഇതൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്യാൻ. അത്ര നല്ല ക്വാളിറ്റി അല്ല, പിടിച്ചപ്പോഴേ മനസ്സിലായി. പണിപാളി നല്ല 8ൻ്റെ പണി കിട്ടി കേട്ടോ സുഹൃത്തുക്കളെ. ഈ സാധനം വന്നപ്പോൾ തന്നെ ഒടിഞ്ഞിരിക്കുകയാണ്, കണ്ടില്ലേ. ഇല്ല, പ്രശ്നമില്ല. ഇതിനകത്തിപ്പോൾ നമുക്കൊരു പ്രോബ്ലമായിട്ട് കരുതാൻ പറ്റത്തില്ല. നല്ല പ്രോബ്ലം തന്നെയാണ്. എന്തായാലും സാധനത്തിന് വേറെ ബിൽഡ് ക്വാളിറ്റി അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഹെഡിൽ വരുന്ന ആ സ്ക്രൂ പ്ലാസ്റ്റിക് ആയിരുന്നു. ആ സ്ക്രൂവിൽ വരുന്ന ഇതാണ്. ആ സ്ക്രൂ മെറ്റലിൽ ചെയ്യാമായിരുന്നു അവർക്ക്. എന്തായാലും ഇത് പൊട്ടിപ്പോയി. എനിക്കിനിയിപ്പം റീപ്ലേസ് ചെയ്യണോ അതോ ഇതായിട്ട് റീപ്ലേസ് ചെയ്യാമല്ലേ? ഇതിപ്പോൾ എന്തായാലും നോക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇതും കാണാൻ അത്യാവശ്യം നല്ലൊരു ട്രൈപോഡായിരുന്നു, 200 രൂപയ്ക്ക്. പിന്നെ എൻ്റെ നിങ്ങളുടെയും ഭാഗ്യക്കേട് കൊണ്ട് സാധനം തവിടായി. വരുന്ന വഴിക്ക് തന്നെ ഇനിയിപ്പോൾ എന്നെ പറയാനാ, സാരമില്ല, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എത്രയും കഷ്ടപ്പെട്ടാണ് ഈ സാധനങ്ങളൊക്കെ തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അൺബോക്സൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷേ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ ആ സൈഡിലുള്ള ആ മണി ചെറുതായിട്ടൊന്ന് അടിച്ചേക്ക്. പുതിയ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും.